പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, വീണ്ടും ഒരിക്കൽ കൂടി സിയോൺ സഞ്ചാരികളോടൊപ്പം നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ എനിക്ക് നൽകിയ അവസരത്തിനായിട്ട് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. നൽകപ്പെട്ട സമയം വളരെ വിരുദ്ധമായതുകൊണ്ട് അതിവേഗത്തിൽ ഒരു വചനം വായിച്ച് ശുശ്രൂഷയിൽ കിടക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: അവൻ സ്വജനത്തിന്റെ അടുത്തേക്ക് വന്നു, അവർ അവനെ സ്വീകരിച്ചില്ല. തന്നെ സ്വീകരിച്ചവർക്ക്, തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവ മക്കളാകാൻ അവൻ കഴിവ് നൽകി. ഒരു നിമിഷം നമുക്ക് കണ്ണടയ്ക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട നിന്റെ വചനത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, വചനം കേൾക്കാൻ ഞങ്ങളുടെ കാതുകളെയും വചനം ഗ്രഹിക്കാൻ ഞങ്ങളുടെ മനസ്സുകളെയും തുറന്നു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്നരുളി ചെയ്ത കർത്താവേ, ഈ നിമിഷം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ അയച്ച് ഞങ്ങളെ കേൾക്കുന്ന വചനത്തിന്റെ ആഴങ്ങൾ മനസ്സിലാക്കിക്കാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അത്ഭുതകരമായ വിടുതലുകളും രോഗശാന്തിയും ഈ ദൈവവചന ശുശ്രൂഷയിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആഗ്രഹിക്കുന്നതിലും നിനക്കുന്നതിലും അപ്പുറമായി ചെയ്തു തരാൻ കഴിവുള്ള സർവശക്തനായ ദൈവത്തിൽ ഞങ്ങൾ ആശ്രയം വയ്ക്കുന്നു. ഞങ്ങളുടെ സകല ചിന്തകൾ, ആഗ്രഹങ്ങളും എല്ലാം കർത്താവേ നിന്റെ പാദാന്തികൾ ഞങ്ങൾ സമർപ്പിച്ച് ദൈവവചനത്തിനു വേണ്ടി ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു തരുന്നു. കർത്താവിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങൾ ഓരോരുത്തരെയും, കുടുംബങ്ങളെയും സമൂഹത്തെയും ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവവചനത്തെ അതേപടി സ്വീകരിക്കാൻ എൻ്റെ ആത്മാവിനെയും ഞങ്ങൾ ഓരോരുത്തരുടെയും ആത്മാവിനെയും ഉണർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലത ഞങ്ങൾക്കായി ജീവന വെച്ച യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. തന്നെ സ്വീകരിച്ചവർക്ക്, തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. MBBS, എഞ്ചിനീയറിങ്, ഇതിൻ്റെയൊക്കെ എൻട്രൻസ് പരീക്ഷ പാസ്സായതുകൊണ്ട് നമ്മൾ ആരും ഡോക്ടറും എഞ്ചിനീയറും ആവുന്നില്ല. ഡോക്ടറും എഞ്ചിനീയറും ആവണമെങ്കിൽ കൊല്ലം 5 പഠിക്കണം. അത് നല്ല രീതിയിൽ, ശരിയായ രീതിയിൽ പോയാൽ, അല്ലെങ്കിൽ പിന്നെയും കൊല്ലങ്ങൾ പഠിക്കേണ്ടി വരും. നമ്മുടെയൊക്കെ ഒരു തെറ്റിദ്ധാരണ, കർത്താവ് യേശു വിശ്വസിക്കുന്നതുകൊണ്ട് നമ്മൾ ദൈവമക്കുന്ന പദവിയിലേക്ക് ഉയർത്തി 2-ാം വരവിൽ കർത്താവ് വരുന്നു, നമ്മൾ ഒരുമിച്ച് പോകുന്നു. എന്നാൽ കഴിവ് നൽകി എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കാത്ത ഒരാൾക്ക് രക്ഷയില്ല. രക്ഷകൻ യേശുക്രിസ്തുവാണ്, വഴിയും സത്യവും ജീവനും യേശുക്രിസ്തുവാണ്. അതുകൊണ്ട് യേശുക്രിസ്തുവിനെ രക്ഷകനാഥമായി സ്വീകരിക്കുന്നവർക്ക് മാത്രമേ രക്ഷയുള്ളൂ. ഇനി ഈ കർത്താവായ യേശുവിന്റെ നാമത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നീടുള്ള ജീവിതം വിലയിരുത്തിക്കൊണ്ടാണ് നമ്മൾ ദൈവമക്കൾ എന്നുള്ള പദവിയായിത്തീരുന്നത്. ഇവിടെ കഴിവ് നൽകിയെങ്കിൽ അത് പ്രാവർത്തികമാകുന്നത്, അതിന്റെ പൂർത്തീകരണം എന്താണെന്ന് എഴുതി വെച്ചിരിക്കുന്നത് മത്തായിയുടെ സുവിശേഷത്തിലാണ്. 5-ാം അധ്യായത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നത്: എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിന്റെ മക്കളായി തീരും. കണ്ടോ അതിന്റെ വ്യത്യാസം? കഴിവ് നൽകി, പക്ഷെ മക്കളായി തീരണത് പണി കുറച്ചും കൂടി ഉണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ ആദ്യ വചനത്തിൽ കേട്ടതുപോലെ നമ്മൾ അവനെ സ്വീകരിച്ചിട്ടുണ്ടോ? യേശുക്രിസ്തുവിനെ വിശ്വസിച്ചിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ നമ്മൾ എപ്രകാരമാണ് സ്വീകരിച്ചത്? നമുക്ക് കർത്താവിനെ മനസ്സിലായിട്ടുണ്ടോ എന്നൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. മനസ്സിലായാൽ, അതിന്റെ യഥാർത്ഥത്തിൽ മനസ്സിലായാൽ നമ്മുടെ കെട്ടുമട്ടൊക്കെ മാറും. ഞാനൊരു സംഭവ കഥ പറയാം. ഏകദേശം 4-5 വർഷം മുന്നേ ഒരു യുവാവ് ഗുജറാത്തിൽ നിന്ന് കേരളത്തിലേക്ക് ജോലി തേടി വന്നു. അവൻ എത്തിപ്പെട്ടത് തിരുവനന്തപുരത്താണ്. അവിടെ ഒരു റെസ്റ്റോറന്റിൽ കയറി അവൻ എനിക്കൊരു ജോലി തരുമോ എന്ന് ചോദിച്ചു. റെസ്റ്റോറന്റ് ഉടമ ഉടനെ തന്നെ പറഞ്ഞു, ഇവിടെ ജോലിയൊന്നുമില്ല. അവൻ മടങ്ങിപ്പോയി. പിറ്റേ ദിവസം അവൻ അതേ റെസ്റ്റോറന്റിലേക്ക് തിരിച്ചു വന്നു.
വീണ്ടും അതേ മുതലാളിയോട് വീണ്ടും ചോദിച്ചു, എനിക്കൊരു ജോലി എന്തെങ്കിലും തരണം. ഞാൻ +2 കഴിഞ്ഞ് വീട്ടിലെ പ്രാരാബ്ദവും ബുദ്ധിമുട്ടും കാരണം നാട് വിട്ടതാണ്. എന്തെങ്കിലും ഒരു ജോലി കിട്ടി എന്തെങ്കിലും പൈസ സമ്പാദിച്ച് എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ എനിക്ക് ഭംഗിയായി നടത്തണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. വീട്ടിൽ ദാരിദ്ര്യവും പട്ടിണിയും പരിവട്ടമൊക്കെയാണ് ഇപ്പോൾ. അപ്പോൾ ഹോട്ടലുടമ പറഞ്ഞു, നിനക്ക് തരാൻ പറ്റും മോനെ, ഒരു ജോലി ഇവിടെ ഇല്ല. വെറുതെ ജോലി തന്നാൽ മാത്രം പോരല്ലോ, ഒന്നുകിൽ രാത്രിയാകുമ്പോൾ കൂലി എടുത്തു തരണം, അല്ലെങ്കിൽ മാസമാകുമ്പോൾ ശമ്പളം എടുത്തു തരണം. ഇതിന് രണ്ടിനും ഇപ്പോഴും നിർവാഹമില്ല. ഉള്ള ആൾക്കാർക്കുള്ള ജോലി തന്നെ കഷ്ടിച്ചേ ഉള്ളൂ. അപ്പോൾ ഇത് കേട്ടപ്പോൾ അവന് ഭയങ്കര വിഷമായി. അവൻ വീണ്ടും മടങ്ങിപ്പോയി. പിറ്റേ ദിവസം വീണ്ടും തിരിച്ചു വന്നു ഇതേ ഹോട്ടലുടമയുടെ അടുത്ത്. എനിക്ക് എന്തെങ്കിലും ഒരു ജോലി ഒപ്പിച്ച് തന്നേ പറ്റൂ, വേറെ ഒരു മാർഗവും ഇല്ല, ഞാനല്ലാതെ ഇവിടുന്ന് പോവില്ല. ശല്യം സഹിക്കാൻ വയ്യാതെ അദ്ദേഹം പറഞ്ഞു, നിനക്കൊരു ജോലി മാത്രം തന്നാൽ പോരല്ലോ, ശമ്പളം തരണ്ടേ? അപ്പം പറഞ്ഞു, വേണ്ട, എനിക്ക് ശമ്പളം വേണ്ട. എന്റെ ജോലി കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം എന്തെങ്കിലും തന്നാൽ മതി. ഇനി തന്നില്ലെങ്കിലും വിരോധമില്ല, എനിക്ക് ഭക്ഷണം മാത്രം കിട്ടിയാലും മതി, ഞാനിവിടെ നിന്നോളാം. ഈ പയ്യന്റെ സംസാരം കേട്ട് മനസ്സിലേക്ക് തോന്നി. അവസാനം ഇയാൾ സമ്മതിച്ചു. ഇയാൾ പറഞ്ഞു, നിന്നെ ഞാൻ പാർട്ട് ടൈം ആയിട്ട് ജോലിക്ക് എടുക്കുന്നു, 200 രൂപ ദിവസക്കൂലി. അപ്പോൾ അവൻ സമ്മതിച്ചു. അവന് ഭയങ്കര സന്തോഷമായി. ഇവൻ അവിടെ ജോലിക്ക് കയറി. ഇവനെ എടുത്തിരിക്കുന്നത് ക്ലീനിങ്ങിനും പാത്രം കഴുകാനും നിലം തുടക്കാനൊക്കെ ആയിട്ടാണ്. അപ്പൊ അവനതൊന്നൊരു വിഷയം ഉണ്ടായിരുന്നില്ല. അവന്റെ ജോലി അവൻ വളരെ ആസ്വദിച്ച് ചെയ്യാൻ തുടങ്ങി. വളരെ ആസ്വദിച്ച് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ ഇവന്റെ ജോലിയുടെ സ്റ്റൈല് കണ്ടപ്പോൾ, അതുപോലെ ഇവന്റെ സെർവിങ്ങിന്റെയും അതുപോലെ തന്നെ ഇവൻ കസ്റ്റമേഴ്സിന്റെ അടുത്ത് പെരുമാറുന്ന രീതികളൊക്കെ കണ്ടപ്പോൾ വരുന്നവർക്കെല്ലാം ഭയങ്കര മതിപ്പായി. അപ്പൊ അങ്ങനെ അവിടെ റെസ്റ്റോറന്റിൽ വരുന്ന 1-2 ആളുകള് ഫേസ്ബുക്കിൽ ഇങ്ങനെ ഈ കുട്ടിയെ കുറിച്ച് എഴുതുകയും, ഇങ്ങനെ റെസ്റ്റോറന്റിൽ വരുന്ന ഈ പയ്യൻ ഭയങ്കര ഹോസ്പിറ്റാലിറ്റിയാണ്, ഭയങ്കര എളിമയാണ് എന്നൊക്കെ പറഞ്ഞ്, സർവിങ് ഭയങ്കര മനോഹരമായിരുന്നു, ഞങ്ങൾക്കൊരു പ്രത്യേക എക്സ്പീരിയൻസ് ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ് ഈ ആളുകൾ അങ്ങനെ ഫേസ്ബുക്കിൽ കമന്റ് ഇടുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു സാഹചര്യം ആദ്യത്തെ ദിവസം ഞാൻ ഉണ്ടായപ്പോൾ നമ്മുടെ ഹോട്ടൽ ഉടമയ്ക്ക് ഇവനോട് ഒരു മതിപ്പ് തോന്നി. മാത്രവുമല്ല, അവൻ അടുത്ത ദിവസങ്ങളിലെല്ലാം ഇവന്റെ ജോലി ഭയങ്കര കൃത്യമായിട്ടാണ് അവൻ ചെയ്യുന്നത്. ആരെയും അതിശയിപ്പിക്കുന്ന രീതിയിലാണ് ഇവന്റെ പെർഫോമൻസ്. ഇവനാണെങ്കിൽ വലിയ ശമ്പളം ഇല്ല. ഇവന്റെ കൂടെ ജോലി ചെയ്യുന്നവർക്കും ഇവനെ ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ അവൻ 7 ദിവസം അവിടെ ജോലി ചെയ്തു. ഞാൻ ഈ പറയുന്ന കാര്യം സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ പ്രസിദ്ധമായിട്ടുണ്ടായിരുന്ന ഒരു സംഭവമാണ് ഈ കാര്യം. പലപ്പോഴും നമ്മളത് പലരും കേട്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെ അത് കഴിഞ്ഞു 7 ദിവസമായപ്പോൾ പറഞ്ഞു, എനിക്ക് എൻ്റെ അമ്മയ്ക്ക് സുഖമില്ല, എനിക്ക് നാട്ടിൽ പോകണം. അപ്പോൾ ഈ മുതലാളി ചെയ്യോ, ഇവൻ ഇപ്പൊ പോവാണോ? പക്ഷെ ഇവൻ സാഹചര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ, എന്നാ ശരി, നീ എന്തായാലും പോയിട്ട് വാ, ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് ഇവൻ പോയി. ഇവൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ ദിവസം കണ്ടില്ല. അതായത് 10-15 ദിവസം കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞ് കണ്ടില്ല. അവിടെ നിന്ന് ഒരു 4-5 ദിവസം കഴിഞ്ഞിട്ട് ഒരു ഫോൺ കോൾ വരികയാണ്. ഇത് ഇന്ന റെസ്റ്റോറന്റ് അല്ലേ? അതെ. അതിന്റെ മുതലാളിയായിട്ട് ഒന്ന് സംസാരിക്കാൻ പറ്റും? ഞാൻ തന്നെയാണ് മുതലാളി, പറഞ്ഞോളൂ. എനിക്ക് നിങ്ങളെ ഒന്ന് കാണണം. നിങ്ങളുടെ റെസ്റ്റോറന്റിനെ റെസ്റ്റോറന്റ് ഞങ്ങൾക്ക് ഭയങ്കര താല്പര്യമായി. ഞാൻ പലരും നിന്ന് കേട്ടു. അവിടെ വന്ന് നിങ്ങളുമായിട്ടൊന്ന് സംസാരിക്കണം, അതിനുള്ള സാഹചര്യം ഉണ്ടാവുമെന്ന് പറഞ്ഞു. അതിനെന്താ കുഴപ്പം, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ വരാം. അങ്ങനെ ഒരു ഡേറ്റ് നിശ്ചയിച്ചു, സമയവും നിശ്ചയിച്ചു. അങ്ങനെ ആ പറഞ്ഞ ദിവസം ഒരു ഗംഭീരമായ ഒരു വരവ് എന്ന് വെച്ചാൽ,
ലോകത്തിലെ വില കൂടിയ മുന്തിയ കാറുകൾ, ബെന്റ്ലി, ബെൻസിന്റെ ഹൈ ക്ലാസ്സിലുള്ള വണ്ടികൾ, അങ്ങനെ ഒരു 5-6 വളരെ വില കൂടിയ വണ്ടികളും അതുപോലെ ഹൈ ഒഫീഷ്യൽസുമായി ഫുൾ വെൽ ഡ്രസ്ഡ് ഷൂട്ടിലൊക്കെ ഒരു ടീം വന്നിറങ്ങുകയാണ് ഈ ഹോട്ടലിന്റെ മുന്നിൽ. അപ്പോൾ ഈ ഹോട്ടലിന്റെ ഉടമയും അവിടെയുള്ള പണിക്കാരും ഭയങ്കരമായിട്ട് അതിശയിച്ചു. എന്ത് ഈ സംഭവം ഒന്നും അവർക്ക് മനസ്സിലായില്ല. അങ്ങനെ നോക്കുമ്പോൾ ഉണ്ടോ, നമ്മളിവിടെ 7 ദിവസം നിന്ന് പണിയെടുത്ത ഈ പയ്യൻ ഫുൾ സ്വിങ്ങില്, ഫുൾ സ്യൂട്ടില്, ഹൈ ലെവലില് ഇവർ ചിന്തിക്കുന്നതിനപ്പുറമായ രീതിയിൽ വന്നിറങ്ങുകയാണ്. ഈ ഹോട്ടലിലേക്ക് വന്ന് കയറുന്നു. അവൻ സാധാരണപടി അവിടെ ജോലി ചെയ്തിരുമ്പോൾ എങ്ങനെയൊക്കെയാണ് പെരുമാറിയത് അതുപോലെ തന്നെ ഇവരോട് പെരുമാറുന്നു. ഈ ഹോട്ടലുടമയും കൂടെയുള്ള സഹപ്രവർത്തകരെല്ലാം അന്തം വിട്ട് നിൽക്കുകയാണ്. എന്താ ഈ സംഭവിക്കുന്നത്, എന്താ ഈ കാണുന്നതെന്നൊക്കെ. ഇവനൊന്നും പറയുന്നില്ല, ഇവൻ ആരാണ് എന്താണെന്നൊന്നും. പക്ഷെ ഇവന്റെ കൂടെ വന്ന ഇവന്റെ സെക്രട്ടറിമാരും അതുപോലെയുള്ള ഒഫീഷ്യൽസൊക്കെ വന്ന് കാര്യങ്ങൾ പറഞ്ഞു. ഇവനെങ്ങനെയാണ്, ഇവന്റെ അപ്പൻ ഡയമണ്ട് കിങ് ആണ്. അവിടെ ഡയമണ്ട് വ്യാപാര രംഗത്ത് ഒരു മുടിയൂടാ മന്നനാണ് ഇയാൾ. ഇവരുടെ ആസ്തി എന്ന് പറയുന്നത് 12,000 കോടി രൂപയാണ് ഇപ്പോ. ഇത്രയും കേട്ടപ്പോൾ തന്നെ ഇവരുടെയൊക്കെ ബോധം ഏകദേശം ഒരു സൈഡിൽ നിന്ന് പോയി. ഇത്രയും ധനാഢ്യനായ ഒരു മനുഷ്യന്റെ മകൻ എന്തിനിവിടെ വന്നിട്ട് ഈ പ്ലേറ്റ് കഴുകാനും നിലം തുടയ്ക്കാനൊക്കെ നിന്നു എന്നായിരുന്നു ഇവരുടെ ചിന്ത. പിന്നെ അവസാനം ചോദിച്ചു പറഞ്ഞ് പിടിച്ചു വന്നപ്പോ ഈ പയ്യൻ അമേരിക്കയിലെ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഓറിയന്റേഷന്റെ ഭാഗമായിട്ടാണ് അവൻ ഇവിടേക്ക് വന്നത്. അപ്പൊ ഇവരുടെ ഫാമിലിയുടെ ഒരു തീരുമാനമാണ്, ഫാമിലി എടുത്ത ഒരു ഡിസിഷന് ഭാഗമായിട്ടാണ് അവനെ ഇങ്ങോട്ട് കേരളത്തിലേക്ക് വിട്ടത്, ഇവിടെ വന്ന് ഏതെങ്കിലും ഒരു താഴ്ന്ന ഹോട്ടലിൽ ജോലി ചെയ്യാനായിട്ട്. അതായത് ഇവന്റെ അപ്പന്റെ ഉദ്ദേശം പൈസയുടെ വില അറിയുകയും താഴെക്കടയിലുള്ള മനുഷ്യരുടെ ജീവിതം ഒന്ന് കണ്ടു മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുക. ഇത് മാത്രമാണ് ഇവന്റെ അപ്പന്റെ ഉദ്ദേശം. ഈ പയ്യനാണെങ്കിൽ വളരെ സ്വീറ്റ് ആയിട്ടുള്ളൊരു പയ്യൻ, എല്ലാവർക്കും ഇഷ്ടാവുന്ന ക്യാരക്ടർ, നാട്ടിലും വീട്ടിലും എവിടെ ചെന്നാലും. അന്നത്തെ അവൻ അതുപോലെ ഒരു സ്ഥലം തിരഞ്ഞെടുത്ത് ഇവിടെ വന്നൊരാഴ്ച ജോലി ചെയ്ത്. അപ്പോ ഞാനിത് പറഞ്ഞു വന്നതിന്റെ താല്പര്യം, ഫാമിലി അസൈൻമെന്റിന്റെ ഭാഗമായിട്ടാണ് ഈ പയ്യൻ ഇവിടേക്ക് എത്തിയത് എന്ന് പറഞ്ഞതുപോലെ പിതാവായ ദൈവത്തിന്റെ ഒരു അസൈൻമെന്റ് ആണ് മിശിഹാ തമ്പുരാനെ, പുത്രൻ തമ്പുരാനെ ഭൂമിയിലേക്ക് അയച്ചത്. കോടീശ്വര പുത്രൻ വന്ന് കപ്തീരിയയിൽ ചെയ്ത കാര്യം നമ്മൾ കണ്ടു. സൃഷ്ട പ്രപഞ്ചത്തിന്റെയും സകലത്തിന്റെയും ഉടയവനായ ദൈവം തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത് എപ്രകാരമാണെന്ന് നമുക്കറിയാം. ജനിക്കാൻ തെരഞ്ഞെടുത്തത് ഒരു കാലിത്തൊഴുത്ത്. ദരിദ്രരിൽ ദരിദ്രനായി, ഭൂമിയിൽ ഒരു മനുഷ്യനും ഇതുപോലെ ഇത്രയും ദാരിദ്ര്യത്തിൽ ജനിച്ചിട്ടുണ്ടാവില്ല. അതുപോലെ ഒരു ദാരിദ്ര്യ ജനനം യേശുക്രിസ്തു സ്വീകരിച്ചു. വളർന്നതും മരണം വരെ, കുരിശുമരണം വരെ എപ്രകാരം ജീവിച്ചു എന്ന് നമുക്കറിയാം. എന്തിനാണ് മിശിഹാ തമ്പുരാൻ ഇതുപോലൊരു ജനനം പോലും തെരഞ്ഞെടുക്കാൻ കാരണം? മിശിഹാ തമ്പുരാൻ ഒരു രക്ഷകനെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ഇസ്രായേൽ ജനത്തിന്റെ പ്രതീക്ഷയ്ക്കൊത്ത് മിശിഹാ തമ്പുരാൻ ജനിക്കേണ്ടത് ഒരു രാജകൊട്ടാരത്തിലായിരുന്നു. എന്നാൽ പുത്രൻ തമ്പുരാന് പിറക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥലം, നിയോഗിക്കപ്പെട്ട സ്ഥലം കാലിത്തൊഴുത്താണ്. കാലിത്തൊഴുത്ത് തിരഞ്ഞെടുക്കാനുള്ള കാരണം, കാലിത്തൊഴുത്തിൽ പുത്രൻ തമ്പുരാൻ ജനിച്ചാൽ ആട്ടിടയന്മാർക്ക് വരാൻ അവിടെ സാധിക്കും. എന്നാൽ രാജകൊട്ടാരത്തിലാണ് ജനിക്കുന്നതെങ്കിൽ ഒരു ആട്ടിടയനും അതുപോലെ ഒരു ദരിദ്രനായ മനുഷ്യന് പോലും ദർശിക്കാൻ സാധിക്കില്ല. ഇതിന്റെ
ഉദ്ദേശം എത്രയേ ഉള്ളൂ? രക്ഷ ഒരു മനുഷ്യന് പോലും, ഈ ഭൂമിയിൽ ഏറ്റവും നികൃഷ്ടനായ ദരിദ്രനായ ഒരു മനുഷ്യന് പോലും രക്ഷ നഷ്ടപ്പെടരുത്. ദൈവത്തിന്റെ നന്മ, ദൈവത്തിന്റെ രക്ഷ സ്വീകരിക്കാൻ പറ്റാതെ പോകരുത് എന്നുള്ള ഒരേ ഒരു തീരുമാനം. അതാണ് പിതാവായ ദൈവത്തിന്റെ തീരുമാനം. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു കാലിത്തൊഴുത്തിൽ ജനിച്ചപ്പോൾ പട്ടിടയന്മാർക്ക് ഓടി വന്ന് കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ ജ്ഞാനികൾക്കും രാജാക്കന്മാർക്കും വരുവാൻ സാധിച്ചു. ഇനി രാജകൊട്ടാരത്തിലാണ് ജനിക്കുന്നതെങ്കിൽ ആട്ടിടയന്മാർക്ക് കാണാൻ പറ്റില്ല. പ്രൈസ് ദി ലോർഡ്. അതേസമയം രാജാക്കന്മാർക്ക് പുൽത്തൊട്ടിയിൽ വരാനും തടസ്സമില്ല. രണ്ടു കൂട്ടർക്കും ഒരുപോലെ ആക്സസ് ഉള്ളത് ഒരേ ഒരു സ്ഥലം. ഇതിനേക്കാൾ യാതൊരു മറ്റൊരു സ്ഥലം ഇല്ല. ഇന്ന് രാത്രിയിൽ എന്നെ ശ്രവിക്കുന്ന ദൈവജനമേ, നമ്മെ പ്രതി തന്റെ ഏകജാതനെ ഭൂമിയിലേക്ക് അയക്കാൻ സ്വർഗസ്ഥനായ പിതാവ് കരുണ കാണിച്ചു. ഈ രക്ഷകനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ടോ? ഈ രക്ഷകനെ നമ്മൾ അറിയേണ്ട രീതിയിൽ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രാർത്ഥനയുടെ കെട്ടും വെട്ടും മാറും, നമ്മുടെ ആരാധനയുടെ ശൈലി മാറും, നമ്മുടെ പ്രാർത്ഥനാ മധ്യസ്ഥ വിഷയങ്ങളുടെ രീതികൾ മാറും, ആവശ്യങ്ങൾ മാറും. നമ്മൾ മറ്റൊരു മനുഷ്യനായി മാറും. പ്രിയപ്പെട്ടവരെ, ഈ നേരത്തെ കേട്ട കഥയിലെ പയ്യൻ തിരിച്ചു വന്നത് എങ്ങനെയാണെന്ന് കണ്ടല്ലോ. അതേ അനുഭവത്തിൽ പ്രിയപ്പെട്ടവരെ, മിശിഹാ തമ്പുരാൻ തന്റെ രണ്ടാമത്തെ വരവിൽ ദൈവദൂതന്മാരുടെ അകമ്പടിയോടെ, മാലാഖമാരുടെ അകമ്പടിയോടെ, സ്വർഗീയ സൈന്യങ്ങളുടെ അകമ്പടിയോടെ വാനമേഘങ്ങളിൽ പ്രത്യക്ഷപ്പെടാൻ പോവുകയാണ്. അത് എന്നെയും നിന്നെയും കർത്താവ് അവനോട് ചേർക്കാൻ വേണ്ടിയാണ്. അവിടെ വാനമേഘങ്ങളിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടാനുള്ള കരുത്ത് നമുക്കുണ്ടാകണമെങ്കിൽ ഇന്ന് രാത്രിയിൽ ഈ സുവിശേഷത്തിന്റെ മുന്നിൽ നിങ്ങൾ നിങ്ങളെ തന്നെ സമർപ്പിച്ച്, വിട്ടൊഴിയേണ്ടത് വിട്ടൊഴിഞ്ഞ്, കൂട്ടിച്ചേർക്കേണ്ടത് കൂട്ടിച്ചേർത്ത്, മനസ്സിലാക്കേണ്ടത് ഗ്രഹിക്കേണ്ടത് ഗ്രഹിച്ച് തമ്പുരാനോട് ഒട്ടി നിൽക്കാൻ നമ്മൾ മനസ്സ് കാണിക്കുന്നുവെങ്കിൽ, ഹൃദയതുറവി കാണിക്കുന്നുവെങ്കിൽ തീർച്ചയായും അവന്റെ രണ്ടാം വരവിൽ, അതിഗംഭീരമായ രണ്ടാം വരവിൽ നാം അവനോട് ചേർക്കപ്പെടും. ഈ പയ്യൻ തിരിച്ചു വന്ന് ഈ ഹോട്ടലിലുള്ള വ്യക്തികൾക്ക് ഏകദേശം 4-5 ലക്ഷം രൂപയോളം ഫ്രീ ആയിട്ട് പൈസ കൊടുത്തു എന്നാ പറഞ്ഞത്, കൂടെ ജോലി ചെയ്തിരുന്നവർക്ക്. അതുപോലെ ആർക്കോ വലിയ സാമ്പത്തികമായ ബാധ്യത ഉണ്ടായിരുന്ന 1-2 പേർക്ക് അവൻ ഒരുപാട് പൈസ കൊടുത്തു. പിന്നെ ഭയങ്കര വിലപിടിപ്പുള്ള വജ്രങ്ങൾ കൊടുത്തു. ഇവരൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മിശിഹാ തമ്പുരാൻ നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന വജ്രങ്ങളല്ല, സമ്മാനങ്ങളല്ല, പൈസയല്ല. നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് നിത്യജീവനാണ്. ഈ ഭൂമിയിലെ ഒരു മനുഷ്യനും നൽകാൻ പറ്റാത്ത നിത്യജീവൻ. മരണമെന്ന അവസാന ശത്രുവിനെ തോൽപ്പിച്ചുകൊണ്ട് അവൻ ഈ തന്റെ ദൗത്യം പൂർത്തിയാക്കി. അവൻ വീണ്ടും വരും. തന്നെ ആകാംക്ഷാപൂർവം കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വെളിപാട് നമ്മുടെ അകത്ത് കയറിയാൽ നമ്മൾ പലപ്പോഴും തമ്പുരാനോട് പിണങ്ങി നിൽക്കുന്നത്, ഇഷ്ടമില്ലാത്ത കാണിക്കുന്നതും ആദരവ് കാണിക്കാതിരിക്കുന്നതും പലപ്പോഴും എന്തിനു വേണ്ടിയാണെന്ന് നമുക്ക് പിടികിട്ടും. ഒരു മനുഷ്യനും തരാൻ പറ്റാത്ത, ഒരു മനുഷ്യനും വാഗ്ദാനം ചെയ്യാൻ പറ്റാത്ത നിത്യജീവൻ എന്നുള്ള വലിയ സ്വർഗീയ സമ്പത്ത്, മരണമെന്ന അവസാന ശത്രുവിനെ തോൽപ്പിച്ചുകൊണ്ട് നമ്മെ സ്വർഗരാജ്യത്തിലേക്ക് ചേർക്കാൻ വന്നിരിക്കുന്ന മിശിഹാ തമ്പുരാനെ സ്വീകരിക്കാതെ, ആ മിശിഹാ തമ്പുരാന്റെ വാഗ്ദാനങ്ങൾ സ്വീകരിക്കാതെ, ഭൗതികമായ എന്തെങ്കിലും ഒരു കുറവ് നമുക്ക് വരുമ്പോൾ
കർത്താവിനോട് ഉള്ള ഭക്തിയും സ്നേഹവും വിശ്വാസവും ഒക്കെ ത്യജിക്കുന്ന നന്ദിഹീനനായി മാറുകയാണ് നമ്മൾ ഓരോരുത്തരും. പ്രിയപ്പെട്ടവരെ, അവൻ വന്നപ്പോൾ, ഒന്നാം വരവിൽ അവൻ വന്നപ്പോൾ അവനെ സ്വീകരിച്ചവർക്ക് രണ്ടാം വരവിൽ അവൻ ഒരു ഗംഭീര സ്വീകരണം നൽകി. പ്രൈസ് ദി ലോർഡ്. ആ സ്വീകരണത്തിന് വേണ്ടി നമ്മൾ ഒന്നാം വരവിൽ അവന്റെ വരവിനെ സ്വീകരിച്ചവരെ നമ്മൾ ഇത് രണ്ടാം വരവ് വരെ ഈ വിശ്വാസം കാത്തു സൂക്ഷിക്കണം. നിങ്ങളുടെ ആദ്യ വിശ്വാസം അവസാനം വരെ സൂക്ഷിക്കുന്നുവെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിൽ പങ്കുകാരാവുകയുള്ളൂ. കർത്താവിന്റെ രണ്ടാം വരവിൽ ഗംഭീരനാഥത്തോടുകൂടെ വാനമേഘങ്ങൾ പ്രത്യക്ഷപ്പെടുമ്പോൾ അവനോടുകൂടെ എടുക്കപ്പെടാനുള്ള കരുത്ത് ലഭിക്കാൻ ഇന്ന് രാത്രിയിൽ എന്തെങ്കിലും തടസ്സം നമ്മളിലുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഈ വരവ് നാളെയാവാം, ഈ വരവ് ചിലപ്പോൾ ഇപ്പോഴാവാം. എപ്പോഴാണെന്ന് നമുക്ക് ആർക്കും അറിയില്ല. ഒരുങ്ങിയിരിക്കുന്ന വിശേഷം പറഞ്ഞു. ഈ ഒരുക്കത്തിന് വേണ്ടിയായിരിക്കട്ടെ ഇന്ന് നമ്മളെ തന്നെ സമർപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ പരാതികൾ കാണുമ്പോൾ, നമ്മുടെ പരാതികൾ ദൈവസന്നിധിയിൽ അവതരിപ്പിക്കുമ്പോൾ നമുക്ക് തന്നെ ലജ്ജ തോന്നണം. ഞാനൊരു ഉദാഹരണം കൂടി പറയാം. ജോസഫ് കുണ്ടുകുളം പിതാവ് തൃശ്ശൂര് ബിഷപ്പായിരുന്നു. അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരിക്കൽ ഒരു കൊച്ചച്ഛൻ ഈ കുണ്ടുകുളം പിതാവിന്റെ അടുക്കിലേക്ക് വന്നു. കുണ്ടുകുളം പിതാവിന്റെ അടുക്കിലേക്ക് കൊച്ചച്ഛൻ നേരിട്ട് കാണുന്നതിന് മുന്നേ ഈ ബിഷപ്പ് ഹൗസിലേക്ക് ഇദ്ദേഹം 2 തവണ വന്നിരുന്നു. വന്നതിന്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. ഒരു ഓണംകേറ മൂലയിലുള്ള ദേവാലയത്തിലാണ് അച്ഛന് പോസ്റ്റിംഗ് കിട്ടിയത് ആദ്യം. അപ്പോ അവിടുത്തെ പ്രശ്നം, ബസ് ഇറങ്ങി 1-2 കിലോമീറ്റർ നടക്കണം അവിടേക്ക് എത്താൻ. അവിടേക്ക് വണ്ടിയൊന്നും പോവില്ല. അപ്പൊ ഈ കൊച്ചച്ഛൻ പറഞ്ഞു, ആദ്യത്തെ കംപ്ലൈന്റ് ആയിട്ട് ഇവിടെ വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഒരു ബൈക്ക് കിട്ടിയേ തീരൂ, ഇല്ലെങ്കിൽ ഞാൻ അവിടെ കൊച്ചച്ഛനായിട്ട് തുടരാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. അവിടെ സത്യം പറഞ്ഞാൽ ഒരച്ഛനേ ഉള്ളൂ, വികാരിച്ചിനില്ല. കൊച്ചച്ഛനായിട്ടാണ് അങ്ങനെ പോയെന്നേ ഉള്ളൂ. അപ്പോ അധികാരികൾ പറഞ്ഞു, ഇപ്പോഴത്തെ ഒരു സ്ഥിതി വെച്ച് ഒരു ബൈക്ക് വാങ്ങി തരാനുള്ളൊരു സിറ്റുവേഷൻ ഇവിടെ ഇല്ല. തൽക്കാലം ഇപ്പോ ഇങ്ങനെ പോയേ പറ്റും. അച്ഛനും സമാന്തരം പറഞ്ഞയച്ചു. അച്ഛൻ 1 മാസം കഴിഞ്ഞ് വീണ്ടും തിരിച്ചു വന്നു. അത് നടക്കില്ല, ഞാൻ പരമാവധി ശ്രമിച്ചു നോക്കി, എന്നെ കൊണ്ട് സാധിക്കില്ല, ഒരു കാരണവശാലും ബൈക്ക് കിട്ടാതെ പോകാൻ പറ്റില്ല, ഞാൻ ഇന്ന് പിതാവിനെ കണ്ടിട്ട് ഇവിടുന്ന് പോകുന്നുള്ളൂ. അപ്പൊ അവര് പറഞ്ഞു, എന്നാൽ ഇവിടെ ഇരിക്കേ. അപ്പൊ ആദ്യ പ്രാവശ്യം വന്നപ്പോ ഈ വിശേഷങ്ങളൊക്കെ ആരെ അറിയിച്ചിട്ടുണ്ട്? കുണ്ടുകുളം പിതാവിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇപ്രാവശ്യം വന്നപ്പോ അന്ന് അച്ഛനെ പിതാവിനെ കാണാനുള്ള സൗകര്യം ഇവര് ചെയ്തു കൊടുത്തു. അപ്പൊ പിതാവിന്റെ അകത്ത് വേറൊരാള് ആയിട്ട് വർത്തമാനത്തിലായിരുന്നു പിതാവ്. വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. 2 മിനിറ്റ് കഴിഞ്ഞു. ആ സംസാരം അവസാനിച്ച് അങ്ങനെ അദ്ദേഹം പുറത്തു പോയപ്പോ ഈ കൊച്ചനെ വിളിപ്പിച്ചു. അപ്പോ വിവരങ്ങളൊക്കെ പിതാവ് മുന്നേ ഇവര് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പൊ എന്താ അച്ഛൻ സുഖമായിരിക്കുന്നു എന്നൊക്കെ ചോദിച്ചു, വിശേഷങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. കാര്യം എന്താണെന്ന് തിരക്കിയപ്പോ അച്ഛൻ പറഞ്ഞു, ഞാൻ അറിഞ്ഞു ഇവരിങ്ങനെ പറയുകയൊക്കെ ചെയ്തു, നീ 1 മിനിറ്റ് ഇരിക്കുക എന്ന് പറഞ്ഞ് അളമാരി തുറന്ന് ഒരു ആൽബം എടുത്തു കൊണ്ടുവന്നു. ആൽബം എടുത്തു കൊണ്ടുവന്നിട്ട് അത് നിർത്തി ഒരു ഫോട്ടോ കാണിച്ചു കൊടുത്തു. അപ്പൊ അതില് മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് കയ്യിൽ ചൂലും ഒക്കെയായി മുഖമൊക്കെ ചുക്കി ചുളഞ്ഞൊരു ഏകദേശം 70 വയസ്സിന് മേലെ പ്രായമുള്ള ഒരു സ്ത്രീയുടെ പടം കാണിച്ചു കൊടുത്തു. എന്നിട്ട് ജോസഫ് കുണ്ടുകുളം പിതാവിന് ഈ കൊച്ചച്ഛനോട് ചോദിച്ചു, ഈ ആളെ അറിയുമെന്ന് ചോദിച്ചു. അറിയില്ല എന്ന് പറഞ്ഞു. എന്നാ കേട്ടോ, ഈ സ്ത്രീ മറ്റുള്ളവരുടെ വീഴ്പ്പലയ്ക്കുകയും പാത്രം കഴിയും നിലം തുടച്ചൊക്കെയാണ്, പൈസ സമാഹരിച്ചാണ് നിന്നെ അച്ഛനാക്കാൻ പഠിപ്പിക്കാനുള്ള ഫീസൊക്കെ തന്നുകൊണ്ടിരുന്നത്. ഇവരാണ് നിന്നെ സ്പോൺസർ ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും ഇവര് ഇതേ പണിയിൽ അവിടെ തുടരുകയാണ്.
ഇത് കേട്ടതും ഈ അച്ഛന്റെ കണ്ണാകെ നിറഞ്ഞു. ഇനി നിനക്ക് ബൈക്ക് വേണമെന്ന് ചോദിച്ചു. അവന് സങ്കടം കൊണ്ട് അവന് വാക്കുകളൊന്നും കിട്ടിയില്ല. വളരെയധികം വേദനയോടും വിഷമത്തോടും കൂടെ എനിക്ക് ഇനി ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് മടങ്ങിപ്പോയി. എന്നെ ശ്രവിക്കുന്ന ദൈവജനമേ, പലപ്പോഴും നമ്മൾക്ക് ലഭിക്കാത്ത പല നന്മകളെ പ്രതി നമ്മൾ ദൈവത്തോട് വഴക്കിടുമ്പോൾ കാൽവരി ക്രൂശിൽ എനിക്കും നിനക്കും വേണ്ടി അവസാന തുള്ളി രക്തം വരെ ചിന്തി മരണമെന്ന അവസാന ശത്രുവിനെ തോൽപ്പിച്ച് നിങ്ങളെ നിത്യജീവന്റെ അവകാശികളാക്കി മാറ്റിത്തന്ന മിശിഹാ തമ്പുരാനെ നിങ്ങൾ മറക്കരുത്. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ഈ കർത്താവ് നമുക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞതാണ്. അതിനേക്കാൾ വലിയൊരു സ്നേഹമില്ല വേറെ. പ്രിയപ്പെട്ടവർ, അതിനേക്കാൾ വലിയൊരു നന്മ നമുക്കിതിൽ ലഭിക്കാനില്ല. ലഭിക്കാവുന്നതിന് ഏറ്റവും വലിയ നന്മ നിന്റെ ജീവനെ പാതാളത്തിൽ നിന്ന് രക്ഷിച്ചു എന്നുള്ളതാണ്. നിന്റെ ജീവനെ മരണത്തിൽ നിന്ന് പൊക്കിയെടുത്തു എന്നുള്ളതാണ്. ആകിയാൽ പ്രിയപ്പെട്ടവരെ, ഈ കർത്താവിന് വേണ്ടിയായിരിക്കട്ടെ, ഈ കർത്താവിനെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. പലപ്പോഴും നമ്മൾ ഈ ദൈവത്തെ അന്വേഷിച്ച് പല സ്ഥലങ്ങളിലും നടക്കാറുണ്ട്. മിശിഹാ തമ്പുരാൻ പറയാറുണ്ട്, നിങ്ങൾ എളിയവരിൽ ഒരുവന് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. നമ്മൾ ഈ ദൈവത്തെ അന്വേഷിച്ച് നടക്കുന്നത് ജെറുസലേമിലും വിശുദ്ധ നാടുകളുമാണ്. പക്ഷെ ഈ ദൈവം നമ്മുടെ ചുറ്റുമുണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചുറ്റുമുണ്ട്. നമ്മുടെ ചുറ്റൊന്ന് കണ്ണോടിച്ചാൽ മതി, നമുക്ക് ഈ ദൈവത്തെ കാണാൻ സാധിക്കും. നമ്മുടെ സഹോദരങ്ങളുടെ ഇടയിലുണ്ട്, നമ്മുടെ സഹോദരിമാരുടെ ഇടയിലുണ്ട്, നമ്മുടെ ബന്ധുജനങ്ങളുടെ ഇടയിലുണ്ട്, നമുക്ക് ഒരു ബന്ധമില്ലാത്ത വ്യക്തികളുടെ ഇടയിലുമുണ്ട്, നമ്മുടെ സുഹൃത്തുക്കളുടെ ഇടയിലുണ്ട് ഈ ദൈവം. നമ്മൾ ഈ ദൈവത്തെയാണ് കണ്ണു തുറന്ന് കാണേണ്ടത്. ഈ ദൈവത്തെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഈ ദൈവത്തെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. തന്നെ സ്വീകരിച്ചവർക്ക്, തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാവാൻ അവൻ കഴിവ് നൽകി. ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അങ്ങനെ നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവിന്റെ മക്കളായി തീരും. നമുക്ക് തിയറിയിൽ കിട്ടിയ ഈ വിശ്വാസം പ്രാക്ടിക്കലിൽ നമ്മൾ അനുവർത്തിക്കുമ്പോൾ മാത്രമേ നമ്മൾ സ്വർഗത്തിന്റെ അവകാശികളായി മാറുവാൻ സാധിക്കുന്നുള്ളൂ. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമീൻ. പ്രൈസ് ദി ലോർഡ്.